എന്തുകൊണ്ടാണെന്നറിയില്ല, എന്റെ റിലേഷൻഷിപ്പ് മാത്രം സക്സസ്ഫുൾ ആകുന്നില്ല. അങ്ങനെ ഒരു പരാതി നിങ്ങൾക്കുണ്ടെങ്കിൽ 5 സ്കില്ലുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഒരു ബന്ധത്തിനെ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ. നമസ്കാരം, ഞാൻ വിദ്യ നായർ, ട്രാൻസ്ഫെയർ ഇൻസൈഡ് ഹബ് എന്ന ഹോളിസ്റ്റിക് മെന്റൽ വെൽബീയിങ് സെന്ററിലെ പ്രാക്ടീഷണറാണ്. നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ എന്താ വിചാരിക്കുക, എന്റെ മാത്രം റിലേഷൻഷിപ്പ് അത് നമ്മുടെ വിധിയാണെന്നൊക്കെ വിചാരിക്കും. പക്ഷെ ആദ്യത്തെ ഇത് നമുക്ക് അത്യാവശ്യം വേണ്ട സ്കിൽസ് ഉണ്ടോ എന്നുള്ളതാണ്. അതായത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടോ, പ്രശ്നങ്ങൾ വന്നാൽ അത് പരിഹരിക്കാനുള്ള ഒരു കഴിവുണ്ടോ, നമ്മുടെ കോപ്പിംഗ് മെക്കാനിസം എങ്ങനെയാ, ടോളറേറ്റ് ലെവൽ എങ്ങനെയാ. കാരണം രണ്ട് വ്യത്യസ്തരായിട്ടുള്ള വ്യക്തികളാണ് വരുന്നത്, വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവമാണ്, അതൊക്കെ സഹിക്കാൻ പറ്റണ്ടേ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് നമ്മുടെ മെന്റൽ ഹെൽത്ത് ഓക്കെയാണ്. നമുക്ക് ആങ്സൈറ്റി, സ്ട്രെസ്, മറ്റ് പല ബുദ്ധിമുട്ടുകളും കാരണം നമ്മൾ അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ ബന്ധത്തിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ടെങ്കിൽ അത് പരിഹരിച്ചിട്ട് മാത്രമേ ആ ബന്ധത്തിൽ നിൽക്കാൻ പാടുള്ളൂ. മൂന്നാമത്തേത് ലേൺഡ് ബിഹേവിയർ ആണ്. പ്രീവിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ നിന്നതോ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള ചില കോപ്പിംഗ് മെക്കാനിസം, നമ്മുടെ ഇമോഷണലി നമ്മൾ വീക്ക് ആകുമ്പോൾ നമ്മൾ എങ്ങനെ പെരുമാറുന്നു, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് പഠിച്ചിട്ട് അതേ രീതിയിൽ എല്ലാ വ്യക്തികളെയും ഒരുപോലെ ഹാൻഡിൽ ചെയ്യാൻ നോക്കുന്നത്, ഇതൊക്കെ തെറ്റാണ്. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിൽ നമ്മൾ തെറ്റായ രീതികളൊക്കെയാണ് കാട്ടുന്നത്. അതായത് നമ്മളായിട്ടായിരിക്കില്ല നിൽക്കുന്നത്. ആദ്യം കാണുന്ന റെഡ് സൈൻസ് ഒന്നും നമ്മൾ കണ്ടില്ല എന്ന് വെക്കും. അങ്ങനെയൊക്കെയുള്ള കുറേ മേജർ മിസ്റ്റേക്കുകളുണ്ട്. പിന്നെ നമ്മുടേതായിട്ടുള്ള ട്രോമയൊക്കെ തന്നെയാണ് നമ്മുടെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ബിഹേവിയർ പാറ്റേൺ ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത്, എന്ത് എഫേർട്ടാണോ നമ്മൾ ഇടുന്നത്, അതിന്റെ ഒരു ഷെയ്ഡ് ആയിരിക്കും. അതൊരു പോസിറ്റീവ് എഫക്റ്റ് ആണെങ്കിൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും. നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ടോണാണ് വരുന്നതെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും ആ റിലേഷൻഷിപ്പിൽ ലഭിക്കുക. അപ്പൊ ഈ 5 കാര്യങ്ങൾ ഉറപ്പുവരുത്തുക.